ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം എൻ്റെ വ്യൂസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള കറണ്ട് എനർജി എന്താണ്. ഇപ്പോൾ എൻ്റെ വ്യൂസ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള കറണ്ട് എനർജി എന്താണ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള എൻ്റെ വ്യൂസിൻ്റെ എനർജി പിക്ക് ചെയ്യാൻ സാധിക്കണമേ. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഇവിടെ ഒരു ഒറ്റപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. മുന്നോട്ട് പോകുന്നതിന് ആരുടെയും സഹായമില്ലാതെ പോകുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എനിക്കാരുമില്ല, ഞാൻ എങ്ങനെ ഈ ജീവിക്കും, ഞാൻ മുന്നോട്ട് എങ്ങനെ പോകും, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ ഒരുപാട് അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെയാണ് മറികടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഓർത്ത് നല്ല രീതിയിൽ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെയിനായിട്ടും ഭാരമായിട്ടും ഒരുപാട് സിറ്റുവേഷനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് ആ മനസ്സിൽ നിന്നും നിങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോഴും അതേ ഭാരം നിങ്ങളെ പിന്തുടരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, പലപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ കോമാളിയായി നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. സാമ്പത്തിക കാര്യത്തിലായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ളവർ നിങ്ങളെ നോക്കി ചിരിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒന്നു മാറി പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആരെയും ഫേസ് ചെയ്യാൻ സാധിക്കാതെ മറ്റുള്ളവരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും ഒരു കോമാളി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ചില വ്യക്തികൾ ഇപ്പോഴും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതായി കാണുന്നുണ്ട്. നിങ്ങളെ അലട്ടുന്നതും ഭയപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും ദൈവാധീനം കൊണ്ട്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിച്വൽ പവർ കൊണ്ട് മാത്രമാണ് നിങ്ങളിപ്പോൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടി, നിങ്ങളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി എന്നിവിടെ കാണുന്നുണ്ട്. ഒരുപാട് വർഷമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ എങ്ങോട്ടെന്നില്ലാത്ത യാത്രകളെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് കാറ്റിനെതിരെ നിങ്ങൾക്ക് നീന്തേണ്ടി വന്നിട്ടുണ്ട്, ഒഴുക്കിനൊപ്പം നിങ്ങൾക്ക് നീന്തേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭങ്ങൾ നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട്. ജീവിതത്തിൽ ഇമോഷണലായിട്ട് അനുഭവിക്കേണ്ടതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ്റെ തീവ്രതയിൽ തന്നെ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിലും നിങ്ങൾ തകർന്ന അവസ്ഥയാണെങ്കിലും അതിൻ്റെ ഹയർ ലെവലിലേക്ക് നിങ്ങൾ കടന്നു പോയിരിക്കുന്നു. സാമ്പത്തികമായിട്ടാണെങ്കിലും റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും നിങ്ങൾ സഹിക്കാവുന്നതിൻ്റെ ഹയർ ലെവൽ ഇപ്പോൾ ഫേസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം, ഈ ഒരു സിറ്റുവേഷനെ എങ്ങനെ കടന്നു പോകണമെന്നറിയാൻ വയ്യാതെ നിൽക്കുന്ന സിറ്റുവേഷൻ, ആരെങ്കിലും നിങ്ങളെ ഒന്ന് സഹായിക്കാൻ ഉണ്ടായെങ്കിലെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്നതായിട്ടുള്ള നിമിഷങ്ങളെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, വളരെ ചുരുക്കം വ്യക്തികൾക്ക് ഇവിടെ നല്ല രീതിയിൽ ഒരു അബൻഡൻസ് കടന്നു വന്നതായി കാണുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പെയിൻ അനുഭവിച്ച് തകർന്ന ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ഒരു വസന്തകാലത്തിനുള്ള ടൈം വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കുമല്ല, വളരെ ചുരുക്കം ചില വ്യക്തികൾക്ക്. ഓക്കെ, കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നിങ്ങൾ എത്രത്തോളം ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങളുടെ എഫേർട്ട് മുഴുവനും ഇട്ടിട്ടും അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥയായിട്ടാണ് മാറുന്നത്. നിങ്ങളുടെ സമയം, നിങ്ങളുടെ എഫേർട്ട് മുഴുവനും ആത്മാർത്ഥതയോടെ നിങ്ങൾ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം നിങ്ങളൊന്നുമല്ലാത്ത രീതിയിൽ നിങ്ങൾ മാറ്റി ഇടപെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാല്യൂം തരാതെ നിങ്ങൾ അപമാനിച്ച് മാറ്റി നിർത്തുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ഒറ്റപ്പെടുത്തുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കാം നിങ്ങൾക്ക് ഒന്ന് തേങ്ങി കരയുവാൻ ആഗ്രഹിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിൽ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഉള്ളിലൊരു വിങ്ങലോടുകൂടി ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കാം. ഓക്കെ, നല്ല രീതിയിൽ പെയിൻ നമുക്ക് റീഡിങ് എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ആ ഒരു വിങ്ങലിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ, ആ ഒരു റീഡിങ് സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു വിങ്ങൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ,
പ്ലീസ് 9 ഓഫ് പെൻഡിക്കിൾ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ സാമ്പത്തികപരമായിട്ട് ഒരുപാട് തകർന്നിരിക്കുന്ന ചില വ്യക്തികളെ കാണിക്കുന്നുണ്ട്. ഓക്കെ, എങ്കിലും നിങ്ങൾ മാനസിക ധൈര്യം കൊണ്ട് മാത്രം നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണ്. ചിലപ്പോൾ ഒരുപാട് കടബാധ്യതകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കും, പല വ്യക്തികൾക്കും കൊടുക്കാനുള്ളതുണ്ടായിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും കൊടുക്കൽ വാങ്ങലുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പോൾ ഒരുപാട് മാനസിക ദുഃഖത്തിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പിൽ ചില വ്യക്തികൾക്ക് ഡിവോഴ്സിൻ്റെ വക്കിലൂടെ കടന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇവിടെ സാമ്പത്തിക സിറ്റുവേഷനെ കൂടുതലായിട്ട് പെയിൻഫുൾ ആക്കി മാറ്റിയിരിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, റിലേഷൻ സംബന്ധമായിട്ടും നിങ്ങൾ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ കുട്ടികളെ കാണുവാനൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ തന്നെ സാമ്പത്തിക സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒഴുകിപ്പോയതായിട്ട് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, 2 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ദൈവത്തെ വിളിക്കണോ ചെകുത്താനെ വിളിക്കണമോ എന്നറിയാൻ വയ്യാതെ നിങ്ങൾ സ്റ്റക്കായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. എങ്ങോട്ടെന്നില്ലാതെയുള്ള യാത്രയാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ ലക്ഷ്യമൊന്നുമില്ല, എവിടെയാണോ പോയി ഇടിച്ച് നിൽക്കുന്നത് അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു മൈൻഡുമായിട്ടാണ് നിങ്ങളിപ്പോൾ നടക്കുന്നത്. എന്തെങ്കിലും വരട്ടെ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്, എന്നെ ഇനി ആരാണ് സഹായിക്കാനുള്ളത്, ഞാനിവിടെ ഒറ്റയ്ക്കാണുള്ളത്, എത്രത്തോളം ഞാൻ അലറി വിളിച്ചിട്ടും ആരും കേൾക്കാനില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ദൈവത്തോടുള്ള വിളിയാണ്. എത്രത്തോളം അലറി വിളിച്ചിട്ടും ഒരു ദൈവങ്ങളും കേൾക്കാനില്ല എന്നുള്ള ഒരു നിലവിളിയോടുകൂടിയാണ് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത്. ഓക്കെ, മജീഷ്യൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ സ്പിരിച്വൽ കുറേ വ്യക്തികൾ ഇപ്പോൾ സ്പിരിച്വലി ഭയങ്കര കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സിൻ്റെ ആ ഒരു എനർജിയും വിശ്വാസവും മാത്രമാണ്. ഇനി അതിലൂടെ തന്നെ മുന്നോട്ട് പോകട്ടെ. അല്പം ജീവനോടെ ഇരിക്കുന്ന കാലമെങ്കിലും മനസ്സിൻ്റെ നില തെറ്റിപ്പോകാതിരിക്കുന്നതിന് വേണ്ടി മെഡിറ്റേഷനും പ്രാർത്ഥനയും കാര്യവുമായിട്ട് പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യുവാൻ പറ്റില്ല. അത്രത്തോളം തകർന്ന അവസ്ഥയിലൂടെയാണ് ചില വ്യക്തികൾ കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ ഹെർമിറ്റിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ജീവിതത്തിൽ ആരും ഒന്നും കോംപ്രമൈസ് ചെയ്യുവാൻ നിങ്ങളോട് വരുന്നില്ല. നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി തന്നെ, ജോലി സ്ഥലത്താണെങ്കിലും ശരി തന്നെ നിങ്ങളെ മാറ്റി നിർത്തുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളോട് അനീതി കാണിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുമോ എന്താണ് എന്നറിയാതെ നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി യൂണിവേഴ്സിലേക്ക് നോക്കുന്ന ഒരു നിമിഷത്തെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം പ്രപഞ്ചശക്തി എന്താണ് എൻ്റെ വ്യൂസിനോട് പറയുന്നതെന്ന്. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിനോട് പ്രപഞ്ചശക്തി നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ഇനി ജീവിക്കേണ്ട എന്ന് പോലും മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തികളെ എവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഈ ഒരു എനർജിയിൽ പ്രപഞ്ചശക്തി നൽകുന്ന മറുപടി എന്താണ്? ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് എന്ന് പറയുമ്പം നമുക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുമെന്നുള്ള ചില കാര്യങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അത് നമുക്ക് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വേണം. ഓക്കെ, ഇത് നമ്മുടെ ഹെറോഫെൻറ്റിൻ്റെ കാർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാം യൂണിവേഴ്സിൻ്റെ കാര്യങ്ങളിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് സമയമാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചാവി നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള കൂലിയും പ്രതിഫലവും യൂണിവേഴ്സിൽ നിന്ന് തന്നെ കിട്ടും. നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെട്ടു വന്നിട്ടുള്ള ഒരു വാക്കുകളും പാഴായി പോയിട്ടില്ല. അപ്പോൾ നമ്മളുടെ വാക്കുകൾ എങ്ങനെയായിരുന്നോ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീര്യം ഒന്ന് കുറഞ്ഞു കിട്ടും എന്നുള്ളതല്ലാണ്ട് അത് നമ്മളിൽ നിന്നും പൂർണ്ണമായിട്ട് പോകില്ല. കാരണം നമ്മൾ എന്ത് കർമ്മ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കർമ്മഫലം നമുക്ക് കിട്ടിയിരിക്കും. അത് എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ ഉള്ള എല്ലാവരുടെയും കാര്യം തന്നെയാണ് ഈ പറയുന്നത്. ഓക്കെ, ആ കർമ്മഫലം നമുക്ക് ലഭിച്ചിരിക്കും. പക്ഷേ നമ്മൾ ആ കർമ്മഫലത്തെ നമുക്കൊരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഇനി ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ല കാര്യം ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നു ചേരും. ഓക്കെ, ജീവിതത്തിൽ തീർച്ചയായിട്ടും ബാലൻസ് കടന്നു വരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് സിറ്റുവേഷനിലാണോ നിങ്ങൾ ലോക്കായി ഇരിക്കുന്നത് ആ ലോക്ക് അഴിക്കുവാൻ തന്നെയാണ് യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അത്ഭുതം സംഭവിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ ജോലി സംബന്ധമായോ സാമ്പത്തികപരമായോ നിങ്ങൾ നല്ല രീതിയിൽ തകർന്നിരിക്കുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു അവസരങ്ങൾ ഒരുങ്ങുകയാണ്. നിങ്ങളുടെ സാമ്പത്തിക ഗ്രോത്തിനുള്ള ടൈം വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് ചില ഉയർച്ചകൾ വന്നു ചേരാൻ പോകുന്നു. നിങ്ങളുടെ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി ചില പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്ക് വേണ്ടി
ഓപ്പൺ ആകുകയാണ് എന്നാണ്. നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഇരിക്കണം. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ ഇതെനിക്ക് നടക്കാനൊന്നും പോകുന്നില്ല, കുറേ നാളായിട്ട് ഞാനത് കേൾക്കുന്നു, എന്നിട്ട് അതൊന്നും എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കുറവ് മാത്രമായിരിക്കും. അത് നമ്മൾ ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്കതിൽ എന്ത് തിരുത്തേണ്ടതെന്ന് മനസ്സിലാകുകയുള്ളൂ. നമ്മളുടെ റിലേഷൻഷിപ്പിലോ നമ്മുടെ സാമ്പത്തിക സിറ്റുവേഷനിലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, സാമ്പത്തിക ബാധ്യത നമുക്ക് വലുതായി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാർ പുറമേ നിന്നുള്ള ഒരു വ്യക്തികളുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ചകളും ബുദ്ധിയില്ലായ്മയും എടുത്തുചാട്ടവും കാര്യങ്ങളും നമ്മൾ ആലോചിക്കാതെ പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചതിൻ്റെയൊക്കെ പേരിലൊക്കെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മളുടെ സ്വഭാവത്തിൽ വന്ന അല്ലെങ്കിൽ നമ്മളുടെ കുറവ് കാരണം വന്നിട്ടുള്ള സാമ്പത്തിക ബാധ്യതകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലാണെങ്കിലും ശരി തന്നെ, നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനാണ് ഇഷ്ടം. ആളെന്നെ ചതിച്ചു, ആളെന്നിൽ വിശ്വാസമില്ലാതെയായി, ആളിനെന്നോട് സ്നേഹമില്ലാതെ, ആളിനെന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാതായി. പക്ഷേ അത് നമ്മൾ എപ്പോഴും ആളിലോട്ട് മാത്രം നോക്കുന്നു. എന്തുകൊണ്ടാണ് എന്നിൽ ആ ഒരു സ്നേഹവും വിശ്വാസവും ഇല്ലാതായതിൻ്റെ കാരണം എന്താണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചിഹ്നം എൻ്റെ നേർക്ക് ഞാൻ നോക്കുന്നില്ല. ഓക്കെ, അപ്പം നമ്മളെപ്പോഴാണോ നമുക്ക് ഈ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബാധ്യതകൾ വരുന്നു, അതിനുള്ള ക്വസ്റ്റ്യൻ ചിഹ്നം നമ്മുടെ നേർക്കൊന്ന് ചോദിച്ചു നോക്കൂ, കണ്ണാടി നോക്ക്, ചോദിക്കൂ, ഇതിനെല്ലാത്തിനും നീ തന്നെയല്ലേ ഉണ്ടാക്കി വെച്ചത്? ഓക്കെ, അപ്പോൾ ആ ഉണ്ടാക്കി വെച്ചതിൻ്റെ കാരണം എന്താണ്? അതഴിക്കാനുള്ള താക്കോലും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഉപദേശങ്ങൾ സ്വീകരിക്കുക. വ്യക്തികളിലൂടെ നിങ്ങൾക്ക് പ്രപഞ്ചം ചില വഴികൾ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾക്ക് ചില വ്യക്തികളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ആ സമയത്ത് നിങ്ങൾ തർക്കിക്കാൻ നിൽക്കരുത്. ഓക്കെ, ഇപ്പം നമ്മുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വ്യക്തികൾ വരും. അപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുമോ അവരെൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു, അവർ പറയുന്നതിൽ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ നമ്മളെല്ലാവരും കളിയാക്കിക്കൊണ്ടായിരിക്കും ആ ഒരു മെസ്സേജ് നമ്മളിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹേർട്ടാകുകയും നമ്മളതിനെ ഇഗ്നോർ ചെയ്യുകയും ചെയ്യും. പക്ഷെ അവർ കളിയാക്കാനുണ്ടായ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് ഉയർത്തെഴുന്നേൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇല്ല, ചില വ്യക്തികൾ നമ്മളെ കളിയാക്കുമ്പോഴായിരിക്കും, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരെന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് എന്നെ അങ്ങനെ പറഞ്ഞില്ലേ അവർ. അപ്പോൾ ആ ഒരു ഊർജത്തിൽ നിന്നായിരിക്കും നമുക്ക് കുതിച്ചുയരാൻ സാധിക്കുന്നത്. നിങ്ങൾക്കൊന്ന് ആലോചിക്കാം, റോക്കറ്റിൻ്റെ മൂട്ടിൽ തീ പടരുന്ന സമയത്താണ് അതിന് ഉയർന്നു പോകുവാൻ, അല്ലേ, വളരെ ശക്തിയായി കുതിച്ചുയരുവാൻ സാധിക്കുന്നത്. അപ്പം നമ്മളുടെ മൂട്ടിൽ തീ തന്നിട്ടും നമ്മളിങ്ങനെ കത്തിക്കൊണ്ടിരുന്നിട്ടും അയ്യോ എനിക്ക് വയ്യേന്ന് പറഞ്ഞുകൊണ്ട് തളർന്നിരുന്ന് കഴിഞ്ഞാൽ കത്തിച്ചാമ്പലായിപ്പോവും. പക്ഷേ ആ ഊർജം സംഹരിച്ച് നമുക്ക് മുന്നോട്ട് കുതിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതികൂല സാഹചര്യങ്ങളും വന്നു ചേരുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് കുതിച്ചു ഉയരുന്നതിന് വേണ്ടിയിട്ടുള്ള ഊർജ്ജം നൽകുകയാണ് യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ സാമ്പത്തികമായിട്ടും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്കൊരു വലിയ മാറ്റമാണ് വരുന്നത്. നിങ്ങൾക്ക് പ്രൊമോഷൻ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങളെ തള്ളിയിട്ടത്, ഏത് സ്ഥലത്ത് നിന്നാണോ നിങ്ങളെ തള്ളിയിട്ടത്, ആ വ്യക്തികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് കടന്നു പോകാൻ സാധിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക ബിസിനസ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ ഉയർച്ചയിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് വരുന്നത്. വിദേശത്തേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും വിദേശത്തേക്ക് കടന്നു പോകാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പാഷനായിട്ട് കൊണ്ടു നടന്നത് എന്താണോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്തത് എന്താണോ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയം നിങ്ങളിലേക്ക് കടന്നു വരുന്നു. നിങ്ങളെ സ്നേഹിക്കുവാൻ ഒരു വ്യക്തികളും ഇപ്പോൾ ഈ ഒരു നിമിഷം വരെയും ഇല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇനിയുള്ള സമയം എന്ന് പറയുന്നത് നിങ്ങളെ കേൾക്കുവാൻ ആൾക്കാർ വരുന്നു. നിങ്ങളുടെ ഒരു 5 മിനിറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇമോഷണലി നിങ്ങൾ ഒരുപാട് ലെവലിൽ തന്നെ നിങ്ങൾക്ക് ഉയർന്നു പോകുവാൻ സാധിക്കും. നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷനെല്ലാം കൺട്രോൾ ചെയ്ത് സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും. കരഞ്ഞ് നിലവിളിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ പല വ്യക്തികളുടെയും നിലവിളിയെ, കരച്ചിലിനെ തുടയ്ക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറുമെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ചില റിലേഷൻഷിപ്പുകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പ്രപഞ്ചം നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു സോൾ കണക്ഷനെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 8 ഓഫ് പെന്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ,
യൂണിവേഴ്സിൽ നിന്നുള്ള ബ്ലെസ്സിങ് ആണ് നിങ്ങളെ തേടി എത്തുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ചില കഴിവുകളുണ്ട്. ഓക്കെ, സാമ്പത്തിക ഗ്രോത്ത് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ചില കഴിവുകൾ നിങ്ങൾക്ക് പ്ലാറ്റ്ഫോം ഒരുങ്ങും. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പ്ലാറ്റ്ഫോമുകൾ ഒരുങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കഴിവുകൾ എന്താണോ, നിങ്ങളുടെ ജ്ഞാനത്തെ അവിടെ പ്രകാശിപ്പിക്കണം. ഓക്കെ, ആ ഒരു ചിലപ്പം നിങ്ങൾക്കൊരു സോപ്പ് ഉണ്ടാക്കാൻ മാത്രം അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ആ ഒരു സോപ്പിലൂടെ എനിക്ക് എങ്ങനെ ഗ്രോത്ത് കൊണ്ട് നടക്കണ്ടേ, വെയിലല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ഇനി ആര് വാങ്ങാനാണ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്ക് അവിടെ നിൽക്കാം. ഇത് ഇന്ന് ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ആരും എൻ്റെ നിന്ന് ഒരു സോപ്പ് പോലും വാങ്ങിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പ്രതീക്ഷ കൈവിടരുത്. നാളെ കൊണ്ടുപോകുക. നാളെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും ഒരു സോപ്പെങ്കിലും വാങ്ങുമെന്നുള്ളൊരു പ്രതീക്ഷയും വിശ്വാസത്തോടു കൂടി പോവുക. നടന്നിരിക്കത്തില്ല, തിരിച്ചു വരും. അതേ ഭാരം ചുമന്ന് നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും. എന്നാൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ പ്രാവശ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്നും സോപ്പ് വാങ്ങിച്ചിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ അതിൻ്റെ മാർക്കറ്റിംഗ് സെൻറ്ററുകൾ കണ്ടുപിടിക്കുക. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു കാര്യങ്ങളെല്ലാം ഉള്ളിലുണ്ട്. മനുഷ്യന് തന്നെ ഒരു സമയത്ത് തന്നെ പല വേഷങ്ങൾ കെട്ടുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അതെല്ലാം ഒരു വ്യക്തിയിലുണ്ട്. നിങ്ങളുടെ ഉള്ളിലും എല്ലാ രീതിയിലുള്ള എനർജീസും നിറവിൽ ഉണ്ട്. പക്ഷേ അതെല്ലാം ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അതിനെ പുറത്തു കൊണ്ടുവരിക. നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയ്ക്കുള്ള എല്ലാ ജ്ഞാനവും യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ചിലപ്പോഴൊക്കെ നമ്മൾ അന്ധകാരത്തിലേക്ക് കടന്നു പോകുന്നത്. അന്ധകാരത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് നമ്മൾ പ്രകാശിക്കേണ്ടത്. ഒരു മിന്നാമിനുങ്ങ് അന്ധകാരമായിരിക്കുന്ന സമയത്താണ് അതിൽ അത്രയും പ്രകാശമുണ്ടെന്ന് മനസ്സിലാകുന്നത്. നമ്മൾ വെളിച്ചത്ത് നിൽക്കുമ്പോൾ ആ മിന്നാമിനിങ്ങിന് അവിടെ പ്രകാശമുണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല അല്ലേ. അതേസമയം അന്ധകാരത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് അതത്രത്തോളം പ്രകാശമുള്ള ഒരു ജീവിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ അന്ധകാരത്തിലാണോ, നിങ്ങളുടെ ഉള്ളിലൊരു പ്രകാശത്തെ നിങ്ങൾ ഇന്ന് കണ്ടുപിടിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ചകളിൽ എത്താൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമായ എനർജികൾ ചോദിക്കുന്നു. സാമ്പത്തിക ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഉന്നത വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കും. പക്ഷേ അത് നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. എനിക്ക് ലോട്ടറി എടുക്കുന്നതിന് നമ്പർ പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞ് പലരും വരാറുണ്ട്. ലോട്ടറി എടുക്കുന്നതിന് നമ്പർ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ലോട്ടറിയൊക്കെ എടുത്ത് കോടികൾ എടുത്താനെ. പക്ഷേ അങ്ങനെയല്ല യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അവനവൻ്റെ പ്രയത്നത്തിലൂടെ അവനവൻ്റെ കഴിവിലൂടെ നേടിയെടുക്കുന്നതല്ലാത്ത ഒരു പൈസയും നമ്മുടേതല്ല. അത് വരുന്ന രീതി മറ്റേതെങ്കിലും രീതിയിലൂടെ നമുക്കത് പോയി പോകും. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സ് ഒരിക്കലും നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, അധ്വാനിച്ച് നേടുന്നതായിട്ടുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബിസിനസ് ചെയ്യുവാൻ സാധിക്കണമേ, എൻ്റെ ബിസിനസ് ഏറ്റവും ഗ്രോത്തായി തീരണമേ, ഞാൻ മാത്രമല്ല എനിക്ക് ഒരു 10 പേർക്ക് ജോലി കൊടുക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ എന്ന് പറയണം. ഞാൻ കാരണം ഒരു 10 വീട്ടിൽ ആഹാരങ്ങളും അവരുടെ കുട്ടികളുടെ പഠിത്തങ്ങളും നല്ല രീതിയിൽ കടന്നു പോകാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ലോട്ടറി അടിച്ചില്ലേ. അപ്പോൾ അതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉയർച്ച കിട്ടും. പക്ഷേ അതിന് പകരം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ലോട്ടറി അടിക്കണമേ, എനിക്ക് 1 ലക്ഷം കിട്ടണമേ, 10 ലക്ഷം കിട്ടണമേ, അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയണമേ, എൻ്റെ ഉള്ളിൽ നീ ശക്തി നൽകണമേ, എനിക്ക് ഈ ഒരു പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുവാൻ എനിക്ക് സാധിക്കണമേ എന്നാണ് പറയേണ്ടത്. പ്രതികൂല സാഹചര്യങ്ങളൊന്നും എനിക്ക് വേണ്ട, എനിക്ക് പരീക്ഷണങ്ങളൊന്നും തരല്ലേ എന്ന് പറഞ്ഞല്ല ഇരിക്കേണ്ടത്. പരീക്ഷണങ്ങൾ വരും, ആ പരീക്ഷണങ്ങളിൽ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ, ഞാൻ തകർന്നു പോകരുതേ, എൻ്റെ മാനസിക നില തെറ്റിപ്പോകരുതേ, എന്നെ സഹായിക്കാൻ ആരുമില്ലാത്ത സമയത്ത് നിൻ്റെ കൈ എൻ്റെ കരങ്ങളിൽ കൂടെ ഇരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ശക്തി പ്രകാശിക്കുമെന്നുള്ളതാണ്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് വാണ്ടിൻ്റെ എനർജി വന്നിരിക്കുന്നത്? ഓക്കെ, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നു. ഫൈനാൻഷ്യലി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഓപ്പൺ ആകുന്നതായിട്ട് വരുന്നു. നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾക്ക് പ്രകടമാക്കുവാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഡിസയർ എല്ലാം നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നു. ഓക്കെ, നിങ്ങൾക്കത് സംഭവിക്കുന്നു. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വരുന്നത്. അത്ഭുതം സംഭവിക്കുന്നു. സാമ്പത്തിക ഗ്രോത്താണ് ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. ജീവിതത്തിലെ ഒരുപാട് സാമ്പത്തിക ഗ്രോത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചേരും. താങ്ക് യു യൂണിവേഴ്സ്. ഓക്കെ, ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്ക് ആത്മവിശ്വാസം ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. മറ്റും ആൾക്കാരിൽ നിന്ന് നിങ്ങളെ നല്ല രീതിയിൽ മാനസികമായി ടോർച്ചർ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ അവിടെ ഒന്നും തകർന്നു പോകത്തില്ല. നിങ്ങളെ ദൈവം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രതികൂല സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ അപ്പുറം കടക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ധൈര്യത്തോടു കൂടി ഇരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കുന്ന വ്യക്തി തന്നെയാണ്. ആത്മധൈര്യം നിങ്ങൾക്ക് കൂട്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, പെരുമഴ ഉണ്ടാകും. പെരുമഴയിൽ കൂടി നമുക്ക്
നമുക്ക് സഞ്ചരിച്ചേ മതിയാകൂ. പക്ഷേ ആ പെരുമഴയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അയ്യോ മഴ ഒരിക്കലും വരല്ലേ എന്ന് പ്രാർത്ഥിക്കരുത്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനും പോകില്ല. മഴ വരേണ്ടതാണ്, നമുക്ക് ജീവിക്കുന്നതിന് മഴ ആവശ്യമാണ്. എന്നാൽ ആ മഴയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്രതികൂല സാഹചര്യമാകുമ്പോൾ നമുക്ക് വിശ്വാസമാകുന്ന കുടയിലൂടെ കടന്നു പോകുവാൻ സാധിക്കണമേ. എനിക്ക് ആ ഒരു സമയത്ത് വിശ്വാസം എന്ന കുട എൻ്റെ ഉള്ളിൽ ഉണ്ടാകണമേ. ഞാൻ തകർന്നു പോകരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി അതിജീവിക്കാൻ സാധിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും അത്ഭുതം സംഭവിക്കും. നല്ല പോസിറ്റീവായിട്ടുള്ള കാർഡാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത് റെസനേറ്റ് ആയി തീരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. നിങ്ങൾ ടാരോ കാർഡ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. God bless you.